ഈ ഫാമിലി ടൂറൊക്കെ പോകാറുണ്ടോ അവധി ദിവസങ്ങളിൽ എല്ലാവരും? പക്ഷെ ഈ കലോത്സവം തന്നെ ടൂറാക്കി മാറ്റിയാൽ എങ്ങനെയുണ്ടാവും? എനിക്കറിയാം, അത് കൊല്ലം ക്ലാപ്പന സ്കൂളിൽ നിന്നുള്ള ഒരു ടീം. അതായത് അദ്ദേഹം മോണാക്റ്റും നടത്തുന്നു, ഒപ്പം ഒരു ടൂറുമായിട്ട് വരികയും ചെയ്യുന്നു. ആ ഒരു വാർത്ത നാരായൺ ലാൽ മോണോ ആക്ടിൽ മിടുക്കൻ. അനിയത്തി നമാമി ലാൽ മോണോ ആക്ടിൽ മിടുക്കി. നീ ആരാന്നാ പറഞ്ഞേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അച്ഛൻ മനോജ് ലാൽ പഠിപ്പിക്കാൻ മിടുമിടുക്കൻ. കറക്റ്റ് മുഖത്തെ എക്സ്പ്രഷൻ നേരെ വേദിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. തലയിൽ നടക്കട്ടെ, നടന്നോ, എന്നെ നോക്കണ്ട. വന്നിരുന്നോ, എവിടാന്നാ പറഞ്ഞേ? ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു. ആരാണ് ഈ ഫാമിലിയിലെ ബെസ്റ്റ് പെർഫോമർ? ആ ഒരു ഫസ്റ്റ് പോർഷൻ എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റുമെന്ന്. അതില്ല, മറ്റേ കള്ളുകൂടിയനായിട്ട് വന്നിട്ട് മക്കളെയൊക്കെ തല്ലുന്നതും, അത് ആ ഒരു ഭാഗം അതാണ് നന്നായി ചെയ്യാൻ പറ്റും. അത് അച്ഛൻ നന്നായിട്ട് അഭിനയിച്ചു കാണിച്ചല്ലോ. കള്ളുകൂടിയനെ കേട്ടത് അച്ഛൻ ജീവിക്കുക. ഒരു വീട്ടിൽ 3 മോണോ ആക്ടുകാർ തന്നെ അധികമായതുകൊണ്ട് അമ്മ രഞ്ജിനി ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് ചെറിയ കളിയല്ല, അല്പം താല്പര്യവും കഴിവും കൂടി വേണമെന്ന് മക്കൾ. അമ്മ കുഞ്ഞിലെ പഠിക്കണമായിരുന്നു. അറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അമ്മയെ ഇതുവരെ പിന്നെ മോണോ ആക്ട് ചെയ്യാൻ വിളിച്ചില്ലേ വീട്ടിൽ നിന്ന്? വരത്തില്ല. വരില്ല. അതെ, ആ നാണോന്നൊക്കെ പറയും. അവര് ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. എല്ലാരും കൂടി ചെയ്യുന്ന ഒരു ഇതുമില്ല, കലാപരിപാടിയും ഇല്ല. വഴക്കിടും. ഏറ്റവും വലിയ സ്വേച്ഛാധിപതി പകയും വിദ്വേഷവും കൊണ്ട് ഭൂമുഖം വിറപ്പിച്ച കൊടും ചെകുത്താൻ ഞാൻ അവതരിപ്പിക്കുന്നു മോണോ ആക്ടിൽ ഫലം വന്നപ്പോൾ നാരായൺ ലാലിന് എ ഗ്രേഡ്. ഹൈസ്കൂളിൽ എത്തിയിട്ട് വേണം നമാമിക്കും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഫാമിലി മൊത്തത്തിൽ മോണോ ആക്ടുകാരായതിനാൽ കലോത്സവം മൊത്തത്തിൽ ഫാമിലി ടൂറായി. അച്ഛനും മക്കൾക്കും ആക്ടിംഗ് ആണ് ഹാപ്പിനെസ്, അമ്മയ്ക്ക് അത് കാണുന്നതാണ് ഹാപ്പിനെസ്. ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്കൊപ്പം ഇ വി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.